ഈ അവിഹിതം എന്ന് പറയുന്നത് ഉണക്കമീൻ പോലെയാടി. നാട് മൊത്തം നാറിയാലും നമുക്ക് നല്ല രുചിയായിരിക്കും. ഇനി പറയാൻ പോകുന്ന കാരണങ്ങൾ കൊണ്ടാണ് ആക്ടേഴ്സ് പലരും എക്സ്ട്രാ മാരിറ്റൽ അഫെയർ വെക്കുന്നത്. നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇതൊക്കെ ആയിരിക്കും കാരണങ്ങളെന്ന്. എന്നടാ ദിടീർന്ന് അപ്പാവുക്ക് സപ്പോർട്ട് പண்ற? സപ്പോർട്ട് ഇല്ലമ്മ. സയൻസ് പറയാൻ പോകും. ഏറ്റവും ആദ്യം നമുക്ക് അവിഹിതം എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് അറിയാം. രസം ഉണ്ടാവുകയല്ലോ, ഉണ്ടാക്കുകയല്ല. രസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? അവിഹിതത്തിന്റെ പിറകിൽ ഒരു കാരണങ്ങളല്ല, ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒന്നാമത്തെ കാര്യം, അവിഹിതം ഒരു ചെറിയ മോളിക്യൂൾ റിലീസ് ചെയ്യാറുണ്ട്. നമ്മുടെ ഡോപ്പമിൻ റിലീസ് ചെയ്യും. നമുക്ക് വെള്ളം അടിക്കുമ്പോൾ, സിഗരറ്റ് വലിക്കുമ്പോൾ, ഈവൻ ഫോൺ നോക്കി റീൽ സ്ക്രോൾ ചെയ്യുമ്പോൾ വരെ ഡോപ്പമിൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിൻ. അതേ സംഭവം നമുക്ക് ഇതിൽ നിന്നും കിട്ടും. അത്യാവശ്യം കുറച്ച് വലിയ അളവിൽ കിട്ടുമായിരിക്കും. ആൻഡ് നമ്മളെല്ലാവരും ഡോപ്പമിൻ അഡിക്റ്റ് പോലെ ഇതും ഒരു അഡിക്റ്റീവ് ആയിട്ടുള്ള പ്രോസസ്സായിട്ട് മാറുന്നത് ഡോപ്പമിൻ കൊണ്ടാണ്. ആൻഡ് ഇതിൻ്റെ ഒപ്പം തന്നെ വേറൊരു ആശയം കൂടെ വരുന്നുണ്ട്, നോറെപ്പിനോഫിൻ, അതായത് അഡ്രിനാലിൻ. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് അഡ്രിനാലിൻ റഷ് എന്നൊക്കെ കേട്ടിട്ടില്ലേ. ആൻഡ് സെറോട്ടോണിൻ, അതായത് ഒബ്സസീവ് ആയിട്ടുള്ള തിങ്കിങ് അത് കോസ് ചെയ്യും. അതായത് ഈ കണ്ണി കണ്ട ആൾക്കാരെ പറ്റി നമ്മളിങ്ങനെ ആലോചിച്ച് വലിയൊരു മനക്കോട്ട കിട്ടും. ഇങ്ങനെയാണ് 2005 ഇറങ്ങിയിട്ടുള്ള റൊമാൻറ്റിക് ലവ് ആൻഡ് FMRI സ്റ്റഡി ഓഫ് എ ന്യൂറൽ മെക്കാനിസം ഫോർ മെയ്റ്റ് ചോയ്സ് എന്ന് പറയുന്ന ആർട്ടിക്കിളിൽ പറയുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ തലയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, അഥവാ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷൻ. ഇനി വേറെ കുറച്ച് സംഭവങ്ങൾ കൂടി ഉണ്ട്. 2009 സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ജോനസൺ PK എന്ന് പറയുന്ന പുള്ളി നടത്തിയ ഒരു സ്റ്റഡി പറയുന്നത് ഇത് പേഴ്സണാലിറ്റി ആയിട്ട് അതായത് പേഴ്സണാലിറ്റി ട്രീറ്റ്സ് ആയിട്ട് വളരെ കണക്റ്റഡ് ആണെന്നാണ്. ഉദാഹരണത്തിന് നാർസിസിസ്റ്റിക് ആയിട്ടുള്ള, അതായത് സെൽഫായിട്ട് ഒരുപാട് ഒബ്സസ്ഡ് ആയിട്ടുള്ളവരും, ഇമ്പൾസീവ് ആയിട്ടുള്ളവർ, അതായത് ഒന്നും നോക്കാതെ എടുത്തു ചാടുന്നവരും, എംപതി കുറവുള്ള ആൾക്കാരും ആർ മോർ ലൈക്ലി ടു ചീറ്റ് ഇൻ എ റിലേഷൻഷിപ്പ് ആൻഡ് അറ്റ് സം പോയിന്റ് ഇൻ ദ കരിയർ ആക്ടേഴ്സ് ആർ നാർസിസിസ്റ്റ്. ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല മക്കളെ, ഇത് ഇന്ത്യൻ എക്സ്പ്രസിൽ മമ്മൂക്ക പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഒരു ആക്ടർ തൻ്റെ കരിയറിൽ ഏതെങ്കിലും ഒരു പോർഷനിൽ വെച്ച് ഭയങ്കരമായിട്ട് സെൽഫ് ഒബ്സസ്ഡ് ആവുമെന്നാണ് പുള്ളി പറയുന്നത്. 1987 ഇറങ്ങിയ റൊമാൻറ്റിക് ലവ് കോൺസെപ്ഷ്യലൈസ്ഡ് ആസ് എൻ അറ്റാച്ച്മെന്റ് പ്രോസസ് എന്ന് പറയുന്ന വേറൊരു ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുള്ളത്, പാർട്ട്നേഴ്സ് തമ്മിൽ പരസ്പരം അപ്രിഷിയേറ്റ് ചെയ്യാത്തപ്പോൾ, ഇമോഷണൽ ആയിട്ടുള്ള അവരുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാത്തപ്പോൾ, ഇവരുടെ ഇടയിലുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ കുറയുമ്പോൾ അല്ലെങ്കിൽ ഒട്ടും ഇല്ലാതാവുമ്പോഴൊക്കെയാണ് ഇതുപോലെ ചീറ്റിംഗ് ഉണ്ടാകുന്നത്. ഇതൊക്കെ കറക്റ്റ് ആവാം, പക്ഷെ നടന്മാരുടെ കാര്യത്തിൽ വേറൊരു സംഭവമുണ്ട്. വേറൊരു തിയറിയാണ് ഏറ്റവും കൂടുതൽ ട്രൂ ആവാനുള്ള അത്യാവശ്യം നല്ല ചാൻസ് ഉള്ളത്. ആ തിയറിയാണ് 2000 ഇറങ്ങിയിട്ടുള്ള ജേർണൽ ഓഫ് മാരേജ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ബുക്കിൽ ജൂഡിത്ത് ട്രീസും ഡെർഡ്രെ ജീസണും എഴുതിയിട്ടുള്ളത്. അവരതിൽ മെയിനായിട്ട് പറയുന്നത് ചീറ്റിങ്ങിന് ഓപ്പർച്യൂണിറ്റിയും എൻവയോൺമെൻറ്റിലുള്ള ആ ഒരു ഇൻഫ്ലുവൻസ് ആണ്. ഇത് ആൻസർ ചെയ്യണമെങ്കിൽ ഫിലിം ഇൻഡസ്ട്രി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ആ സംഭവങ്ങളെന്ന് ആദ്യം നമ്മൾ അനലൈസ് ചെയ്യണം. സാധാരണക്കാരെ നമ്മൾ കാണുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറീസ്, അട്രാക്റ്റീവ് ആയിട്ടുള്ള ആക്ടേഴ്സ്, ത്രില്ലിംഗ് ആയിട്ടുള്ള ഫൈറ്റ്, ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ടാവും. പക്ഷേ ഇതിന്റെ പിറകിൽ 24/7 ഷൂട്ടിംഗ്, കൗണ്ട്ലെസ് ആയിട്ടുള്ള ട്രാവലിംഗ്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഭയങ്കര അലച്ചിലായിരിക്കും. അതുപോലെ തന്നെ ഇത് നമ്മൾ ഈ കാണുന്ന മിക്ക ആക്ടേഴ്സും മാസങ്ങളോളം അവരുടെ വീടിന്റെ പടി പോലും കാണില്ല. നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ പിന്നെയും കുറച്ച് എക്സെപ്ഷൻ ഉണ്ട്. കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തീരുന്ന രീതിയിലുള്ള പടങ്ങളും ഇവിടെ ഉണ്ട്. പക്ഷേ തമിഴിലേക്ക് തെലുങ്കിലേക്കൊക്കെ പോയാൽ മിനിമം അവിടെ 1 കൊല്ലം എടുക്കും അവിടുത്തെ ഷൂട്ടിംഗ് കഴിയാൻ. ഹിന്ദിയിലേക്കൊക്കെ 1.5 കൊല്ലം 2 കൊല്ലത്തിന്റെ അടുത്താവും. നമ്മുടെ ഹോളിവുഡ് ആണെങ്കിൽ പിന്നെ പറയണ്ട, 1 കൊല്ലം എടുക്കും അത് പടമെങ്കിലും എഴുതി സെറ്റ് ആവാൻ. 1 കൊല്ലം 2 കൊല്ലം എടുക്കും. പിന്നെ ഒരു 2-3 കൊല്ലം ഷൂട്ടിങ്ങിന്, അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവർ റീഷൂട്ട് ചെയ്യും. അപ്പോൾ ഈ പറയുന്ന ആക്ടേഴ്സിനൊന്നും ആ ഒരു ടൈമിൽ വീട്ടിൽ പോകാനേ പറ്റില്ല. പിന്നെ സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതും കല്ലും മുള്ളും നിറഞ്ഞാന്ന് ബൈബിളിൽ പറയുന്ന പോലെ ഈ ആക്ടേഴ്സ് പലരും എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലാവുന്നത് ഈ കൂടെയുള്ള ആക്ട്രസുകളുടെ അടുത്താണ്. ഇത്രയും മാസം ഇവർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവരെ മാത്രമാണ്. ഇവരെ ഒരു രീതിയിലും ഞാൻ പൊക്കി പറയേണ്ടതല്ല അല്ലെങ്കിൽ ന്യായീകരിക്കുന്നതല്ല, സയൻസ് പറയാണ് അതിൻ്റെ പറയുന്നത്. സപ്പോർട്ടില്ലമ്മ. ഇല്ലണ്ണ, ഈ കാര്യത്തിൽ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇമാജിൻ നിങ്ങളൊരു സാധാരണക്കാരനാണ്. നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പമൊക്കെ പോയി 2 അടിക്കും, തെറി പറയും, വഴി വെച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ ആൾക്കാരോട് തർക്കിക്കും, അതുപോലെ ഭാര്യനോട് വഴക്കിടും അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് വഴക്കിടും. പക്ഷെ ഇപ്പം നിങ്ങളിതൊരു സ്റ്റാറായിട്ടാണ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്തോരം ഇമേജ് ഇത് ഡാമേജ് ചെയ്യുമെന്ന് ആലോചിക്കുക. നമ്മുടെ ചുറ്റും നടക്കുന്ന സാധാരണ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതുപോലെ തർക്കവും അതുപോലത്തെ ഡിവോഴ്സും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതൊക്കെ സെലിബ്രിറ്റി വേൾഡിൽ അവരൊക്കെ നടക്കുമ്പോൾ എന്തോ വലിയ സംഭവമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പോൾ തെറി പറയുക അല്ലെങ്കിൽ 2 അടിക്കുക, ഇതുപോലെ വഴിയിൽ നമ്മൾ ഇഷ്ടം പോലെ നമ്മൾ പലരും വഴിയിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നമ്മൾ അങ്ങോട്ട് തർക്കിച്ചിട്ടുണ്ടാകും. ഇതൊക്കെ ഒരു സെലിബ്രിറ്റി ആയിട്ട് നിങ്ങൾ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ തലയിലേക്ക് ആ തെറ്റ് മൊത്തം ആരുടെ ഭാഗത്താണ് ശരി തെറ്റെന്നൊന്നും ആരും നോക്കില്ല.
SRK പറഞ്ഞ പോലെ സ്റ്റാർഡം ഇസ് എ കോക്ടെയിൽ. അതിന് കിട്ടുന്നൊരു പ്രത്യേക കിക്ക് ഉണ്ട്, അതുള്ളതാണ്. विक्रम, स्टारडम एक कॉकटेल है. फेम, पावर, मनी, बहुत खतरनाक नशा है. പക്ഷേ അതിൽ ചില ഡ്രോബാക്സ് ഉണ്ട്. ഒന്നാമത്തെ കാര്യമാണ് ഡിസ്റ്റൻസ്, ഐസൊലേഷൻ. ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ ഇപ്പോൾ നമ്മുടെ ഗേൾ ഫ്രണ്ടോ വൈഫോ അവരൊക്കെ ആയിട്ട് നമ്മൾ വളരെ വലിയ ഡിസ്റ്റൻസിലായിരിക്കും ഫിസിക്കലി പലർക്കും ഇതുപോലെ ഒരു 7-8 മാസത്തിനടുത്തുണ്ടാവും ഷൂട്ട്. അതായത് ഒരു വർഷത്തിലെ മിക്ക ടൈമും നമ്മൾ വീടിൻ്റെ പുറത്താണ്. അത് ചിലപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ അടുത്ത പടത്തിന് ഷൂട്ടിന് പോകും. അങ്ങനെ മിക്ക ടൈമിൽ നമുക്ക് ചിലപ്പോൾ വല്ലപ്പോഴും ഒക്കെ ലീവ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാവുള്ളൂ. ഒരു സാധാരണ ജോലി പോലെയല്ല ഇത്. നമുക്ക് 9 to 5 ഇപ്പോൾ 9 to 5 ജോബ്സിന് 9 to 5 എന്ന് പറയുന്ന ഒരു ടൈമുണ്ട്. ഇതിനങ്ങനെ ഒരു ടൈമില്ല, 24/7 ആണ്. അതുപോലെ തന്നെ ഒരു കറക്റ്റ് ഷെഡ്യൂളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇപ്പോൾ ശനിയാഴ്ച അവധി അല്ലെങ്കിൽ ഞായറാഴ്ച അവധി അങ്ങനെയൊന്നും ഇല്ല. കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ അച്ഛൻ, അമ്മ, ഫ്രണ്ട്സ് ഇവരൊക്കെ നമ്മുടെ അടുത്ത് ഡിസ്റ്റൻസ് ആയാലും കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അതുപോലല്ല ലൈഫ് പാർട്ട്ണർ. പക്ഷേ നല്ല രീതിയിൽ കോപ്പപ്പ് ചെയ്തുകൊണ്ട് പോണ ആൾക്കാരും ഉണ്ട്. നമ്മുടെ ലാലേട്ടൻ, മമ്മൂക്ക, ജയറാമേട്ടൻ, അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. പണ്ടേതോ ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടിട്ടുണ്ട്, മമ്മൂക്ക ഒരു വർഷം ഏതോ 10 പടം ചെയ്ത ഒരു ടൈമിൽ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം, എത്ര നാൾ വീട്ടിലുണ്ടാവേ ഇല്ല. പക്ഷേ എല്ലാ ദിവസവും പുള്ളി വൈകുന്നേരം ഒരു ബൂത്തിൽ പോയിട്ട് പുള്ളിയുടെ വീട്ടിലേക്ക് വിളിച്ച് ചോദിച്ച് കുറേ നേരം സംസാരിച്ചിട്ടേ വരുള്ളൂ. ഇത് അങ്ങടും ഒരു എഫേർട്ട് വേണം. അതുപോലെ തന്നെ നമ്മുടെ സാക്ഷി ഇന്നാളെ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടതാണ്, പുള്ളിക്കാരിയും ഇതുപോലെ ധോണി വരാതെ കുറേ പരിപാടികൾക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഒക്കെ ധോണി എവിടെയെന്ന് നോക്കുമ്പോൾ പുള്ളിക്കാരി പറയും പുള്ളിക്കാരൻ്റെ ക്രിക്കറ്റാണ് പ്രയോറിറ്റി എന്ന്. അതുപോലെ തന്നെ പുള്ളിക്കാരി ഇത് അക്സെപ്റ്റ് ചെയ്യുകയാണ്. അങ്ങോട്ടുള്ള എഫേർട്ട് മാത്രം പോരാ, തിരിച്ച് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരാളും കൂടെ വേണം. രണ്ടും കൂടി ഉണ്ട്. രണ്ടും ഒരു എഫേർട്ടാണ്. ഒരു 50-50 പരിപാടിയിലാണ് ഈ സംഭവം മുന്നോട്ട് പോകേണ്ടത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ റീസൺസ് കാര്യങ്ങളൊക്കെ ലോച്ചട്ട് പോലെ അങ്ങനെയൊന്നും അല്ല. ഇത് ജസ്റ്റ് ഓരോ സ്റ്റഡീസിൻ്റെ ഭാഗം, ഓരോ തിയറീസായിട്ട് ഞാൻ ഒരു കേസ് സ്റ്റഡി പോലെ ചെയ്തു. ഇതുപോലെ തന്നെ ആയിരിക്കേ ഇല്ല. ചിലപ്പോൾ ചിലവർ അവരുടെ ഇഷ്ടത്തിന് പോയതായിരിക്കാം. ഇതുപോലത്തെ ഒരു റീസൺ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു മിക്സഡ് റീസൺ ആയിരിക്കാം. ഇതൊന്നും നമ്മുടെ പരിപാടിയല്ല. ഞാൻ ജസ്റ്റ് ഒരു സ്റ്റഡി മാത്രം ചെയ്തെന്നുള്ളൂ. പിന്നെ ഈ ഒരു കാര്യത്തിൽ എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ചീറ്റ് ചെയ്യുന്നത് അത് ഗേൾ ഫ്രണ്ടിനെ ആയിക്കോട്ടെ, വൈഫിനെ ആയിക്കോട്ടെ, ആരെ ആയിക്കോട്ടെ, നമുക്കൊരു പരിചയമില്ലാത്തൊരു മനുഷ്യനെ പോലെ ആയിക്കോട്ടെ, ഒരാളെ ചതിക്കുന്നത്, അയാളെ നമ്മളെ വിശ്വസിച്ചിട്ട് അത് ചതിക്കുന്നത്, എനിക്കിതിനേക്കാളും നല്ല ആപ്റ്റ് വേർഡൊന്നും അതിന് കിട്ടിയില്ല. നല്ല ഫസ്റ്റ് ക്ലാസ് തന്തയില്ലായ്മയാണ്. അതും സ്വന്തം ഭാര്യനൊക്കെ കയറി ചതിക്കാന്ന് പറഞ്ഞാൽ അതയിലും വലിയ മോശം പരിപാടിയാണ്. അപ്പോൾ ചതിക്കപ്പെട്ടവർക്കൊക്കെ നീതി കിട്ടട്ടെ, ന്യായം കിട്ടട്ടെ, സന്തോഷം കിട്ടട്ടെ. ചതിച്ചവരെല്ലാം മൂഞ്ചി മുടിഞ്ഞ് മണ്ണോട് പോട്ടെ. ജടാഘടാഘ സംഭ്രമ ഭ്രമനിലിംബ നിർച്ചരി വിലോല വീജി വല്ലരീ വിരാജമാനമൂർധൻ ധഗ ജ്വലല്ലലാടപക്ഷപാവക കിശോര ചന്ദ്രശേഖര നദി പ്രദക്ഷിണം